അതെ, ഞാൻ നിങ്ങൾക്കൊരു കഴിവേറിയ പരിചയപ്പെടുത്തരാം. ഈ പേര് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. ഇതേ ഈ സ്ത്രീ ആരാണ് എന്താണെന്ന് നമുക്ക് അറിയില്ല കേട്ടോ. ഇത് ഒരു ബിഗ് ബോസ് അങ്ങനെ എന്തോ പരിപാടിയിൽ 4-5 ദിവസം എന്തോ പോയി കണ്ടിട്ടുണ്ടെന്നൊക്കെയാണ് പറയണത്. പക്ഷെ ഇവർ പറയണ സ്റ്റേറ്റ്മെന്റ് നമ്മളെ കേരളത്തിലുള്ള അമ്മമാര് എല്ലാവരും കേൾക്കുന്നതായിട്ടുള്ള സംഗതിയാണ്. കേട്ടു നോക്കും. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയട്ടെ, എന്റെ മകനാണ് എനിക്ക് പീരീഡ്സ് ആകുന്ന സമയത്ത് എനിക്ക് പാഡ് വാങ്ങിച്ചു കൊണ്ടുവന്ന് തന്നിരുന്നത്. അത് മാത്രമല്ല, പീരീഡ്സ് ആവുന്ന സമയത്ത് എന്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ട് അവന് മനസ്സിലാവുമായിരുന്നു, അമ്മ പീരീഡ്സ് ആണോ, അമ്മ കിടന്നോളൂ എന്ന് പറയും. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ചേച്ചിക്ക് പീരീഡ്സ് ആണോ എന്ന് ചേച്ചിയുടെ മകൻ ചേച്ചിയുടെ മുഖം നോക്കിയിട്ട് കാര്യങ്ങൾ പറയാൻ അവൻ അത്രയും കഴിവുള്ളവനാണെങ്കിൽ അവൻ ഭയങ്കര കഴിവേറിയാണ്. അവനെ നമ്മൾ ഇവിടെ നിന്ന് നിർത്തേണ്ട ആളല്ല. അവനെ കുറച്ചുകൂടെ വലിയൊരു സ്ഥലത്തേക്ക് വിടേണ്ട ആളാണ്. കാരണം സ്വന്തം ജനിപ്പിച്ച അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ആ എക്സ്പ്രഷൻ നോക്കിയിട്ട് അമ്മയ്ക്ക് ആർത്തവമാണോ എന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള മക്കള് ഒരു 5% നമ്മുടെ കേരളത്തിലുണ്ട്. അങ്ങനെയുള്ള മക്കൾക്ക് നമ്മൾ ഈ തെക്ക് വടക്ക് ഭാഗങ്ങളിലോട്ട് ഒരു പേര് വിളിക്കും. ചേച്ചി അത് ഞാൻ പറയണില്ല, പറഞ്ഞെന്താണെന്നറിയോ, ചിലപ്പോൾ ചേച്ചിക്ക് അത് സങ്കടമാവും കേട്ടാ. ഇത്തരം കഴിവുള്ള മക്കളെ വിളിക്കുന്ന ഒരു പേരുണ്ട് ഓൾമോസ്റ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, പിടി കിട്ടിക്കോളൂ. ഓക്കെ, നമ്മുടെ ഒന്നും കുടുംബങ്ങൾ ഇങ്ങനെ ചെയ്യാറില്ല കേട്ടാ. കാരണം നമ്മുടെ വീട്ടിൽ 4-5 പെണ്ണുങ്ങളുണ്ട്. പക്ഷെ ഒരാളും ചിലപ്പോൾ ഈ സാധനം മേടിച്ചുകൊണ്ട് വരുമോ എന്ന് പോലും ഈ പ്രായത്തിന്റെ ഇടയ്ക്ക് നമ്മളിതുവരെ കേട്ടിട്ടില്ല. അതിപ്പോൾ ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. പക്ഷെ ഇങ്ങനെയുള്ള തൊഴുത്തിൽ കുത്തികളായിട്ടുള്ള കുറെ സ്ത്രീകൾക്കും മക്കൾക്കും വേണ്ടി ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പറഞ്ഞു കേട്ടല്ലോ, ഇവൻ ഈ സ്ത്രീ ആരാണ് എന്താണെന്ന് അറിയത്തില്ല. എടാ, ഇവരെന്ന് പറയണത് ഒരു ആക്ട്രസ് ആണ്. ഇവർ ഈ ബിഗ് ബോസിൽ മാത്രമല്ല ഇവരുണ്ടായേക്കണത്. ഇവർ ഒരു സിനിമയിലും സീരിയലിലും അതുപോലെ കോമഡി പ്രോഗ്രാംസിലൊക്കെ ഇവരുണ്ടായിട്ടുണ്ട്. നീ അത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ നിന്നോട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇന്ന് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നീ പറഞ്ഞല്ലോ, നിനക്ക് കടയിൽ പോയിട്ട് ഈ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനൊക്കെ ഒരു അറപ്പുള്ള ഒരു രീതിയിൽ നീ പറഞ്ഞില്ലേ. നീ ഇങ്ങനെ ഒരു ഡയലോഗ് പറയണമെങ്കിൽ തന്നെ അതിന് കാരണം എന്ന് പറയുന്നത് ഒരു ആർത്തവം എന്നൊരു പ്രക്രിയ തന്നെയാണ്. അത് ആദ്യം നീ മനസ്സിലാക്കി. പിന്നെ നീ ജീവിക്കുന്ന വല്ല 50-ലോ 60-ലോ കാലഘട്ടത്തിലായിരിക്കും നീ ജീവിക്കുന്നത്. ഇതുപോലത്തെയുള്ള നികൃഷ്ട ചിന്താഗതി നിന്നിൽ ഉണ്ടായിരിക്കണത്. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലടാ, എന്ത് പറയാനാ. പിന്നെ നീ പറയുന്നുണ്ടല്ലോ, നിന്റെ വീട്ടിൽ 4-5 പെണ്ണുങ്ങളുണ്ട്, ഇതുവരെയായിട്ട് നീ ഒരു സഹായം ചെയ്തു കൊടുത്തിട്ടില്ലെന്ന്. നീ എന്ന ഒരു കാര്യം ഓർത്തു. എടാ, നിന്നെപ്പോലെയുള്ള ഒരു മകനെ കിട്ടിയതും അഥവാ നീ ഒരു അച്ഛനായാലും നീ ഒരു ഭർത്താവായാലും അവരായിരിക്കും, അതായത് ആ വീട്ടിലെ സ്ത്രീകളായിരിക്കും ഏറ്റവും ഭാഗ്യം കേട്ട സ്ത്രീകൾ എന്ന് പറയുന്നത്. ആ അമ്മയുടെ എല്ലാ മാനസിക സംഘർഷങ്ങളും ആ മകന് തിരിച്ചറിയാം എന്നതും കൂടി ആ ചേച്ചി പറഞ്ഞതിന് അർത്ഥമുണ്ട്. അതുപോലും നിനക്കറിയില്ല. അങ്ങനെയുള്ള ഒരു മകന് ഒരു സ്ത്രീയുടെ എല്ലാ തരത്തിലുള്ള ഫീലിങ്സും മാനസികാവസ്ഥയും എല്ലാം മനസ്സിലാക്കാൻ പറ്റും എന്നൊരർത്ഥം കൂടി ഉണ്ട്. സ്ത്രീകളെയും നിന്റെ അമ്മേനെയൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് നിനക്കില്ല. അതുകൊണ്ട് നിന്നെയാണ് കഴിവേറി എന്ന്